ഇന്ന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പത്രങ്ങളിലുള്ളത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ്. കാരണം എല്ലാ മനുഷ്യനും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതാണല്ലോ. എപ്പോഴെങ്കിലും നമുക്ക് ആശുപത്രിയിൽ കയറാതിരിക്കാനുള്ള അവസരം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ മൃതദേഹങ്ങളെ വരെ ചികിത്സിക്കുകയാണ്. കാരണം മരിച്ച ശേഷവും വീട്ടുകാരെ അറിയിക്കാതെയോ ബന്ധുക്കളെ അറിയിക്കാതെയോ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നടത്തുന്നതായാണ് ഒരു സർജന്റെ വെളിപ്പെടുത്തൽ. അത് ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയല്ല നടക്കുമോ? ശരിക്കും ഇത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മരിച്ചയാളെ ജീവിപ്പിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ശരിക്കും ഇത് സംഭവിക്കും ശ്രീജിത്തെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച വ്യക്തികളെ, ഞാനും ഈ വാർത്ത കേട്ടു, ഒരു ഫോറൻസിക് സർജൻ, മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജനാണ്. കൂടാതെ അദ്ദേഹം പോലീസ് സർജൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹിതേഷ് ശങ്കറാണ് അല്ലേ? ഹിതേഷ് ശങ്കറിൻ്റെ വാർത്തയല്ല, ഞാനും ഇത് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കറക്റ്റായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. പണ്ട് ഇത്തരം സംഭവങ്ങൾ നാം സിനിമകളിലാണ് കാണുന്നത്. സെയിം ഞാനും ഈ ഒരു വാർത്ത ശ്രീജിത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചത് ആ സിനിമയെ പറ്റിയാണ്. കാരണം ആ സിനിമയിൽ അത് പിന്നെ ഒരാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നതിന് ശേഷം അല്ലെ, അങ്ങനത്തെ സംഭവങ്ങൾ ഇതിനു മുൻപ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ യുവാക്കളെല്ലാം പ്രത്യേകിച്ച് ചില ഹോസ്പിറ്റലുകളുടെ മുന്നിൽ ഇത്തരം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരം അപകടങ്ങൾ നിരന്തരമാകുന്നു. അതിനുശേഷം ആ മൃതദേഹങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് വലിയ ധാരണ പലർക്കും ഇല്ലാതിരുന്നു. അങ്ങനെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഇത്തരം പരിശോധനകളും അന്വേഷണങ്ങളെല്ലാം ശക്തമാകുന്നു. അങ്ങനെ അന്വേഷണങ്ങൾ ശക്തമാകുമ്പോഴും നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്ത് ഇത് ഒരു വലിയ വീഴ്ചയല്ലേ? ഇങ്ങനെ നിരന്തര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ജാഗ്രത പാലിക്കാത്തത്? ശ്രീജിത്തെ, ഇപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം കൊച്ചി മേഖലയിലുള്ള സ്വകാര്യ ഹോസ്പിറ്റൽ, വൻകിട സ്വകാര്യ ഹോസ്പിറ്റലുകളിലാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത്. ചില്ലറക്കാരല്ല, വമ്പന്മാരാണ്. വമ്പന്മാരെ ഏറ്റുമുട്ടാൻ പോലീസുകാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പോലീസുകാരെ നിയന്ത്രിക്കുന്നതും അതൊരു സർക്കാർ സംവിധാനമാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും എല്ലാം ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുമായിരുന്നു. ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഓരോ മനുഷ്യനും ഓരോ ജീവനും വലിയ വില നൽകുന്നവരാണ് നാം കേരളത്തിലുള്ളവർ. ഒരു ചെറിയ പനി വന്നാൽ പോലും നാം അടുത്തുള്ള ആശുപത്രിയിൽ പോയി എങ്ങനെ സ്വകാര്യ ഹോസ്പിറ്റലിൽ നമ്മൾ വിശ്വസിച്ച് പോകും? ഒരു പനി വന്നു കഴിഞ്ഞാൽ 100 ടെസ്റ്റുകളാണ്. ഈ ഒരു സ്കാനിങ് അല്ല, അങ്ങനെ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട് അത്രയും കരുതലുള്ള ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെ പുരോഗതി എന്ന് പറയും. എന്നിട്ടും ഇത്തരം സ്വകാര്യ ആശുപത്രികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ, ക്രൂരമായ പ്രവർത്തനങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി ആശുപത്രിയിൽ വന്നിട്ട് പോലും വീണ്ടും ചികിത്സിക്കുകയാണ്. ആ കുട്ടി മരണപ്പെട്ട ശേഷം ആ കുട്ടിയുടെ ബന്ധുക്കളെ അറിയിക്കുകയോ അങ്ങനെ ചെയ്യാതെ ചികിത്സിച്ച് അവരുടെ ഈ ബന്ധുക്കളുടെ പണം തട്ടുക എന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു രീതിയിലേക്ക്. വെന്റിലേറ്ററിലൊക്കെ ഒരു ദിവസം കിടന്നാൽ ലക്ഷങ്ങളും 10,000 രൂപയാണ് വാങ്ങിക്കുന്നത്. സാധാരണപ്പെട്ട ആൾക്കാർ വീട് പോലും വിറ്റാണ് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അവർക്ക് പിന്നീട് അവരുടെ ശരീരാവയവങ്ങൾ വരെ അവിടെ വിൽക്കേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും അധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലിനെ സാധാരണ വ്യക്തികളും സാധാരണ ആൾക്കാരും അവരെ ആശ്രയിക്കുന്നത്. അങ്ങനെ ചെന്ന് എത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവനാണ് ബന്ധുക്കൾ എല്ലാവരും വില കൽപ്പിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മരണപ്പെട്ട വ്യക്തിയെ വീണ്ടും വെന്റിലേറ്ററിൽ ഇട്ട് ഒരു വലിയൊരു നാടകവും ഡ്രാമയും ഒക്കെ കാണിച്ച് ഇത്രയും വലിയ അഭിനയങ്ങൾ കാണിച്ചിട്ട്. അല്ല, അതുകൂടാതെ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ ഈ മൃതദേഹം അവസാനം മരിച്ചു എന്ന് വീട്ടുകാരെ അറിയിക്കുകയാണ്. പക്ഷെ ഈ ബില്ല് പേ ചെയ്യാതെ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല. സത്യം പറഞ്ഞാൽ ഇതിലും ഭേദം സ്വകാര്യ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് പോയി ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ് ഇതിലും ഭേദം, അല്ലേ? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു നികൃഷ്ട ജന്മങ്ങൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും പച്ച മലയാളത്തിൽ. കാരണം ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവനും ജഡവും വെച്ചുകൊണ്ട് വിലപേശുക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് തല കുനിക്കേണ്ടുന്ന ലജ്ജാകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. വേറൊരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമെന്ന്. കാരണം അതായത് ഒരു മനുഷ്യന്റെ മൃതദേഹത്തിൽ വെച്ച് വിലപേശുക,
അല്ലെ എന്ത് അരോചകമായിട്ടുള്ള എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? അല്ല, അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇത് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിലുടനീളം നടക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ഒരു നിയന്ത്രണമില്ലാത്തത് അഴിച്ചു വിട്ടേക്കുന്ന ഒരു രീതിയിലാണ്. കാരണം ഏതെങ്കിലും ചെറിയൊരു അസുഖവുമായി പോയാൽ തന്നെ നമ്മൾ ഒരു ദിവസം വളരെ ഭീമമായ ഒരു തുക തന്നെ നമുക്ക് അവിടെ ചെലവാക്കേണ്ടി വരും. ഒരു OP ടിക്കറ്റിന് 500 മുതൽ 600 രൂപ വരെ എടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഒരു സ്കാനിങ്ങിന്, നോർമൽ ഒരു സ്കാനിങ്ങിന് നമ്മൾ പുറത്ത് മെഡിക്കൽ കോളേജിനോ മറ്റുള്ള ഗവൺമെന്റ് എടുത്തോ പോകുന്നതിനേക്കാളും ഇരട്ടിയാണ് ഒരു സ്കാനിങ്ങിന് എടുക്കുന്നത്. എക്സ്റേ, അതേപോലെ ബ്ലഡ് ടെസ്റ്റുകൾ 750,000 രൂപയിൽ പുറത്താണ് ഒരു ബ്ലഡ് ടെസ്റ്റിന് വരുന്നത്. അത്രയ്ക്ക് ബില്ലുകൾ വരുമ്പം എന്താ പറയുന്നത്, അസുഖം ഇല്ലാത്തവന് പോലും BP കയറിയിട്ട് തലകറങ്ങി വീഴും. അത്രയ്ക്ക് ബില്ലുകളാണ് ചുമത്തി തിരികെ വരിക. ഇതിനൊരു നിയന്ത്രണമില്ല. ശരിയാണ്, സ്വകാര്യ ഹോസ്പിറ്റലാണ്, അവർക്ക് അവരുടേതായ ചെലവുകളുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കണം, നേഴ്സിന് ശമ്പളം കൊടുക്കണം, എല്ലാം ഓക്കെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയില്ലേ? ഇത്തരത്തിൽ മനുഷ്യന്റെ ജീവൻ വെച്ചുകൊണ്ട്, മനുഷ്യന്റെ ജഡം വെച്ചുകൊണ്ട് വിലപേശുക, ജഡം വെച്ചുകൊണ്ട് ബന്ധുക്കരിൽ നിന്ന് പിടിച്ച്, ഇതിലും ഭേദം ഈ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമുക്ക് പൂർണ്ണമായി തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇത് സർക്കാരിന്റെ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ട്. അവർ കണ്ണടച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നിരന്തരം ഉണ്ടാകുന്നത്. അവർക്ക് എന്ത് ലാഭമാണ് ശ്രീത്തെ ഇതിൽ നിന്ന്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാസർഗോഡായാലും വയനാടായാലും അറിയാം, വളരെ പിന്നോക്ക ജില്ലകളാണ്. ഈ ജില്ലകളിൽ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളായാലും മറ്റ് ജില്ലാ ആശുപത്രികളിൽ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് എന്തായാലും മരിക്കാൻ കഴിയില്ലല്ലോ. എനിക്കിതാ അസുഖം വന്നു, ഞാൻ ഉടൻ തന്നെ ഇതാ മരണത്തിന് കീഴടങ്ങുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. ബന്ധുക്കളും അങ്ങനെ സമ്മതിക്കാറില്ല. അവർ പരമാവധി അവരുടെ കിടപ്പാടം വിറ്റായാലും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഇത് മികച്ച മെഡിക്കൽ കോളേജുകളും മികച്ച മെഡിക്കൽ കോളേജ് എന്ന് ശ്രീജിത്ത് പറയുമ്പോൾ തന്നെ ഞാനൊന്ന് പറയട്ടെ, ഈ മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണക്കാരൻ കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളാണ് നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്, അവിടുത്തെ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതാണ്. അത് ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ? ശരിക്കും സാധാരണ ജനതയെ വെറുപ്പിച്ച് അടിച്ചു ഓടിച്ച് സ്വകാര്യ ഹോസ്പിറ്റലിലോട്ട് വിടുന്ന ഒരു രംഗമാണ് മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും സാധിക്കുന്നത്. ശരിക്കും നല്ല ഫെസിലിറ്റി, നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുകളിലും നടത്തിയാൽ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനങ്ങൾക്ക് ഒഴുകേണ്ടതായിട്ടുള്ള അവസ്ഥയില്ല. കാരണം എല്ലാവർക്കും കോടികൾ മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയില്ലല്ലോ. പക്ഷെ ഈ സർക്കാരുകൾ അങ്ങനെ, നിങ്ങൾക്ക് കോടികൾ ഇല്ലെങ്കിൽ നിങ്ങൾ കോടികൾ മുടക്കി വസ്തു വിറ്റായാലും വീട് വിറ്റായാലും മക്കളുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റായാലും ഭാര്യയുടെ താലി വിറ്റായാലും നിങ്ങൾ ആശുപത്രിയിൽ പോകണമെന്ന നിലപാടിലേക്ക് സർക്കാരുകളാണ് ഈ സാധാരണക്കാരായ രോഗികളെയും സാധാരണക്കാരായ ജനങ്ങളെയും കൊണ്ടെത്തിക്കുന്നത്. അതായത് ഒരു ഓപ്പറേഷൻ വേണ്ടുന്ന, ഒരു സർജറി വേണ്ടുന്ന ഒരു രോഗിക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം മരുന്നുകൾ, ഗവൺമെന്റ് സർക്കാർ നൽകുന്ന മരുന്നുകൾ പോലും പലപ്പോഴും ഇല്ല. കൂടി വന്ന പാരസെറ്റമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലറോ 1-2 മെഡിസിൻ നമ്മൾ ഇപ്പോഴും ചെന്ന് നോക്കാം. നമ്മളൊരു ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ കാരുണ്യയിലും മറ്റിടത്ത് ചെന്ന് മരുന്ന് സ്റ്റോക്ക് ഇല്ല എന്ന് തന്നെ പറയും. സർജിക്കൽ എക്യുപ്മെന്റ്സ് മിക്കതും പുറത്തുനിന്നാണ്. അത് തന്നെ വലിയൊരു മാഫിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വെളിയിൽ. മറ്റുള്ള മെഡിക്കൽ സ്റ്റോറുകാർ ഒരു വലിയ മാഫിയ തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം എക്യുപ്മെന്റ്സ് ഇല്ല, മരുന്നുകളില്ല. ഈ നമ്മുടെ മെഡിക്കൽ കോളേജിന് ചുറ്റും ഇത്രയും മെഡിക്കൽ സ്റ്റോറുകൾ എങ്ങനെ ഉണ്ടാകുന്നു? ഇത്തരത്തിലുള്ള മെഡിസിനുകളോ കാര്യങ്ങളോ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടല്ലേ പുറത്തേക്ക് ജനങ്ങൾ പോകുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടി വിഷമിച്ച് പോകുന്നതിനേക്കാളും ഒരു 100 രൂപയെങ്കിലും കൂടിക്കോട്ടെ, സാരമില്ല, സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകാം. നമ്മുടെ വാർത്തയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും വരെ നിസ്സഹായ അവസ്ഥയിൽ രോഗിയുമായി ആശുപത്രിയിൽ എത്തുന്ന ബന്ധുവിനോട് മരണം മറച്ചു വെച്ച ശേഷമാണ് ഇത്തരം 10,000 തട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം ഇത് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, ആ ശവം അല്ലെങ്കിൽ ആ ഒരു ബോഡി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ അടച്ചാലേ വിട്ട് കിട്ടൂ എന്നുള്ള രീതിയിലെത്തുന്നു. എന്നിട്ട് ഈ ഒരു ആത്മഹത്യ ചെയ്ത യുവതിയുടെയൊക്കെ വീട്ടുകാരുടെ ആ മാനസികാവസ്ഥ ശ്രീത്തൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ അതോടൊപ്പം തന്നെ ഇവർ പിന്നെയും വെന്റിലേറ്ററിൽ സൂക്ഷിക്കുകയാണ്. അപ്പം ഓരോ ദിവസവും തിരികെ വരും, തിരികെ എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ മകൾ അല്ലെ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ സഹോദരിയൊക്കെ തിരികെ വരും എന്ന പ്രതീക്ഷയിലൂടെ ICUവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളെ എന്തോരം നാടകം കാണിച്ചാണ്, എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ശ്രീത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്.
ഇതിനൊരു ഒരു അവസാനമില്ലേ? എന്തായാലും ഇത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഒക്കെ വിട്ടുകൊടുക്കാം. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആരോഗ്യ വകുപ്പ് നമ്മുടെ സർക്കാർ ഒക്കെ ഏറ്റെടുക്കട്ടെ അല്ലേ? ഇത്തരത്തിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവട്ടെ. സാധാരണമാണെന്ന് പറയുമ്പോഴും ഇത്തരം റിപ്പോർട്ടുകളോ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും സർക്കാരിന്റെ മുന്നിൽ എത്തിക്കാണ് ഇതിന് മുൻപ് തന്നെ. തീർച്ചയായിട്ടും അവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടായിരിക്കും വീണ്ടും ഇത്തരം സംഭവങ്ങൾ. ആരോഗ്യ വകുപ്പ് എനിക്ക് മന്ത്രി വീണ ജോർജിനോട് പറയാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിൽ ചീഞ്ഞ വിഷയങ്ങൾക്ക്, കേരളം ലജ്ജിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതിരിക്കുക അല്ലേ?